തൃപ്തിയായല്ലോ, എല്ലാവർക്കും സമാധാനമായല്ലോ അല്ലേ? എന്തൊക്കെയാ കാട്ടൂരാനെ കുറിച്ചെന്ന് പറഞ്ഞേ? മണ്ടം വക്കീല്, പൊട്ടം വക്കീല്, കള്ളു കൊടുത്തിട്ട് ചന്ദ്രോത്തിന്റെ രഹസ്യങ്ങൾ പിടിച്ചെടുത്തു. അവസാനം ആരാരെയാ മണ്ടനാക്കിയത്? നമുക്കെതിരെ അയാൾക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മളായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അയാളും മണ്ടനും. പോയി തൂങ്ങിച്ചാവ ത്യാഗരാജൻ ചേട്ടാ. തനുജ, മതി, നിർത്ത്. നീ ഓവറാവണ്ട. ചേട്ടൻ എന്നോട് തട്ടിക്കയറാനേ പറ്റൂ. ഇപ്പൊ വീണ്ടും കാട്ടൂരാൻ വന്നല്ലോ. എന്തേലും മറുപടി കൊടുക്കാൻ പറ്റിയോ? അയാളല്ലേ സ്കോർ ചെയ്ത്. കമ്പനിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ എന്തെങ്കിലും തിരിച്ചു പറയാനുണ്ടായിരുന്നോ? ഭീഷണി കൊണ്ട് ചേട്ടൻ അയാളെ പേടിപ്പിക്കാൻ പറ്റിയോ? ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, തിന്നിട്ടുണ്ടെന്നൊക്കെ ഏട്ടൻ വീമ്പ് പറയുമല്ലോ. എന്നാ പിന്നെ അയാളെ അങ്ങ് തീർത്തൂടായിരുന്നോ? അയാളെ അല്ല, സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചില്ലെങ്കിൽ നിന്നെയായിരിക്കും ആദ്യം തീർക്കുന്നത്. ഓ, അത് പിന്നെ എളുപ്പമാണല്ലോ. ആണത്തം ആണുങ്ങളോട് കാണിക്ക ചേട്ടാ. എന്നെ ഭീഷണിപ്പെടുത്തണ്ട. ഞാൻ പറഞ്ഞിട്ടില്ലേ, ചാകാൻ ഒരുങ്ങി നിൽക്കുന്നവളാ ഞാൻ. കൊല്ലൂന്ന് പറഞ്ഞ് വരട്ടണ്ട. ഇവിടെ ആന്റിക്ക് എന്തോ മനസ്സ് മാറ്റം സംഭവിച്ചു. ദായിപ്പോ ചേട്ടന്റെ ശക്തി പോയി. ശക്തി പോയതല്ല, ഈ വിഷയത്തിൽ ഇപ്പൊ നടക്കുന്ന രീതിയിലല്ലാതെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഓ, അങ്ങനെയാണോ? എന്നാ പിന്നെ ഒക്കെ അങ്ങ് അവസാനിപ്പിച്ച് നമുക്കിവിടെ പൊടിയും തട്ടി ഇരിക്കാൻ ചേട്ടാ. ആ ചന്ദ്രോത്തുകാര് ജയിക്കട്ടെ. ചേട്ടന്റെ ചന്ദ്രമതി ചേച്ചി ചന്ദ്രോത്തുകാരുടെ അടുക്കളക്കാരിയായി വയറ് നിറയ്ക്കട്ടെ. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. ചന്ദ്രോത്തിലെ വിഴുപ്പലക്കിയും വിറക് കീറിയും ചന്ദ്രമതി ആന്റി ശിഷ്ടകാലം കഴിക്കട്ടെ. ജയിലിൽ നിന്നിറങ്ങുന്ന സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് തേവക്കാട് വീട് വാങ്ങി ഇവിടെ കുളവും കുത്തി അവിടെ നീന്തി കളിക്കട്ടെ. ഒക്കെ പോട്ടെ. ഇനി അങ്ങോട്ട് ത്യാഗരാജൻ എന്ന പേര് കേൾക്കുമ്പോ നാട്ടുകാര് ചിരിക്കാൻ പോകുന്ന ചിരിയെക്കുറിച്ചാ ഞാൻ ആലോചിക്കുന്നത്. ചേട്ടൻ കോമഡി പീസാവും. ഇപ്പൊ മലമറിച്ച് കളയുമെന്ന് പറഞ്ഞു വന്ന വീരശൂര പരാക്രമി, മംഗലാപുരവും മൈസൂരും ഒക്കെ വിരൽ തുമ്പിൽ നിർത്തിയ രാവണ പ്രഭു അവസാനം തോറ്റ് തുന്നമ്പാടി കടയും പൊട്ടി മടങ്ങുന്നു. ത്യാഗരാജൻ എന്നുള്ളത് കളിയാക്കലിന്റെ പര്യായം തന്നെയാവും. കൂടുതൽ പറഞ്ഞ ആളാവണ്ട. ഞാൻ നിർത്താം, പക്ഷേ നാട്ടുകാര് നിർത്തണ്ടേ? അവര് തോറ്റുപോയ ത്യാഗരാജനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആര് പറഞ്ഞു ഞാൻ തോറ്റുന്ന്? തോൽക്കാൻ വേണ്ടി ജനിച്ചവനല്ല ഈ ത്യാഗരാജൻ. ഞാനും അതേ പറയുന്നുള്ളൂ, തോറ്റുപോകരുത്. ചേട്ടൻ മരിച്ചോ സാരമില്ല, പക്ഷെ തോൽക്കരുത്.